ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പരിപാടി ഇതുപോലെ വെറൈറ്റി രൂപത്തിൽ എങ്ങനെ ബീഫ് ചില്ലി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ ചേർത്ത മസാലകൾ, ഇത് പാചകം ചെയ്യേണ്ട രീതികൾ എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ള പോയി നോക്കിയാലോ. ബീഫ് ചില്ലി ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ബീഫ് ഉണ്ടല്ലോ, അത് കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ബീഫ് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഓവർ ചേർക്കരുത് കേട്ടോ. ഓവർ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ബീഫിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആ വെള്ളമായിട്ട് വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക, ഒരു ഗ്ലാസ് ചേർത്താൽ മതി. ഈ മസാലകളൊക്കെ ഇതിൽ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഈ ബീഫും ഈ മസാലയും കൂടെ മിക്സ് ആകുന്ന പോലത്തിൽ നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുക്കറിനെ മൂടിയിടുക. ഒരു 6-7 വിസിൽ വരുന്ന വരെ ഈ ബീഫ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ 7 വിസിലയക്കിന് ഇതൊന്ന് ഇറക്കി വെക്കുക. വേവിക്കാൻ വെച്ച ബീഫ് ചൂട് തണീനെ വരെ വെക്കുക. എന്നിട്ട് പിന്നെതാ ഇതേമാതിരി നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു പീസിൻ്റെ നീളത്തിലും വലുപ്പത്തിലും എല്ലാ ബീഫും കട്ട് ചെയ്തെടുക്കുക. ബീഫ് ചില്ലി ചെയ്തെടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വലിയ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി, ഒരു സ്പൂണ് ഗരം മസാല, ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു സ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടി, ഒരു സ്പൂണ് പെരിഞ്ജീരകം പൊടിച്ച്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതാണ് നമ്മളെ മസാല. ഇനി ഇതിലേക്ക് ഇതാണ് നമ്മളെ മസാല. ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. അതുപോലെ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച വെള്ളം 2 സ്പൂണ് മതി. അത് ഒഴിച്ച് ഇത് നന്നാക്കി
മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കുറവാണെങ്കിൽ നാരങ്ങ പിഴിഞ്ഞെടുക്കുക കേട്ടോ. ഓവർ ലൂസായി പോകരുത് കേട്ടോ, ഓവർ കട്ടിയായി പോവുകയും ചെയ്യരുത്. ഒരു മീഡിയം ലെവലിൽ നമ്മളെ ചില്ലിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കണം. ഏകദേശം ഈ കട്ടി മതി കേട്ടോ. ഓവർ ലൂസാകുകയും ചെയ്യരുത്, ഓവർ ടൈറ്റായി പോവുകയും ചെയ്യരുത്. ഈ ഒരു ലെവലിൽ നല്ലോണം എല്ലാ മസാലയും കൂടെ ജോയിൻ്റ് ആകുന്ന വരെ നന്നാക്കി ഇളക്കി കൊടുക്കുക. ഇനി അടുത്ത പരിപാടി, നമ്മൾ തയ്യാറാക്കി വെച്ച മസാലയിലേക്ക് നേരത്തെ ചെയ്ത് വെച്ച ബീഫിൻ്റെ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു നല്ലോണം മിക്സാക്കി കൊടുക്കട്ടോ. ഇളക്കി കംപ്ലീറ്റ് ജോയിൻ്റ് ആയി കഴിഞ്ഞതിന് ശേഷം 1 മണിക്കൂർ നമുക്ക് ഈ ബീഫ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കേണ്ടതുണ്ട്. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി അടുത്ത പരിപാടി, ഒരു ഉള്ളി ഫുള്ള് വേണ്ട, പൈതി മതിയാവും. ഒരു പൂനാരങ്ങൻ്റെ പൈതി പീസ്. ഇതെന്തിനാന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഈ ഉള്ളി എടുക്കുക, റൗണ്ടിൽ ഇതേമാതിരി കട്ട് ചെയ്തെടുക്കുക. ഇത് മതിയോ? പൂനാരങ്ങ കുരിയൊക്കെ പോക്കിയതിന് ശേഷം ഒരു പൂനാരങ്ങൻ്റെ പൈതി 4 പീസാക്കിയിട്ട് മുറിച്ചാടെ വെക്കുക. ഇതെന്തിനാന്നുണ്ട് വീഡിയോൻ്റെ അവസാനം ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ഈ ബീഫ് നമ്മുടെ മസാലയൊക്കെ നല്ലോണം ഇതിൻ്റെ അകത്ത് മിസ്സായിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നോരോ പീസ് വെച്ചിട്ട് ഈ തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ പരമാവധി ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഓവർ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ബീഫൊക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റ് ഇതങ്ങനെ തന്നെ വെക്കുക. ഇട്ടയും പാട് തന്നെ ഇളക്കി കൊടുക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ മസാലകൾ കംപ്ലീറ്റ് ആ ബീഫിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. മറ്റിട്ടയും പാട് തന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ബീഫിൻ്റെ മുകളിൽ നിന്ന് മസാല ഒഴിഞ്ഞു കഴിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു 5-6 മിനിറ്റോളം ഇങ്ങനെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഓവറായിട്ടൊന്നും വേവിക്കേണ്ട. ഒരു 5-6 മിനിറ്റ് ആകുമ്പോൾ ഏകദേശം ഈ ഒരു കളർ ഡാർക്ക് കളറായി വരും നമ്മളെ ബീഫ്. അത് വരെ വേവിച്ചെടുക്കുക. അതിന് ശേഷം 2 പച്ചമുളക്, ചീന്തിയ പച്ചമുളക് കിട്ടും, അത് ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക.
കറിവേപ്പില അതിട്ട് കൊടുക്കുക. ഇത് നന്നാക്കി ഒന്ന് ഇറക്കി കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം റെഡി ആക്കിന്. ഇനി നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഇതാ കണ്ടില്ലേ? അടുത്ത പരിപാടി നമ്മൾ ഉണ്ടാക്കിയ സാധനം എങ്ങനെ ഉണ്ട് എന്നുള്ളത് നോക്കണ്ടേ, ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കണ്ടേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച നാരങ്ങ നല്ലോണതാ ഞമ്മട്ടിക്കാൻ ഇതിൻ്റെ നീര് കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലേക്കാട്ടാക്കുക. അടുത്ത പീസും എടുക്കുക. അതും ഇതേമാതിരി തന്നെ നല്ലോണം എല്ലാ ഭാഗത്തും ആകണ കോലത്തിൽ അങ്ങോട്ട് മുരുട്ടുക. എന്നിട്ടാ ഒരു പീസ് ആയിലിപ്പം തന്നെ വെള്ളം ഉരുണ്ടിട്ട് അമ്മാതിരി സാധനമാണ്. ഇത് തിന്നു നോക്കിയാലേ വിരലുള്ളൂ, കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതാ ഒരു പീസും കൂടെ എടുക്കുക. വേറെ ലെവല് സാധനം മക്കളെ, എന്തേത്തും ടേസ്റ്റാണ്. ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റാട്ടോ. നല്ല അടിപൊളി. എല്ലാ കാര്യങ്ങളും ഉപ്പ് മസാലകളൊക്കെ കറക്റ്റാണ്. ഒക്കെ റെഡി അളവാണ് നമ്മൾക്ക്. ആ എല്ലാം വേവും ചെയ്ത് കിട്ടുമോ. അടുത്ത വിസർക്കുക. അവസാനം ആ ചേർത്ത നാരങ്ങ നീരും കൂടെ വന്നിട്ടുണ്ടല്ലോ, കറക്റ്റ് നല്ല അടിപൊളി വയ്ക്കുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് ഇതാ ഉള്ളിൻ്റെ പീസ് എടുക്കുക. ഇതിൻ്റെ കൂടെ പൊറോട്ടയും വേണ്ട, ചപ്പാത്തിയും വേണ്ട, ഒന്നും വേണ്ട. അതിങ്ങനെ തന്നെ തീർക്കണം. തിന്നണം. നല്ല ബന്ധു കിട്ടും നമ്മളെ ബീഫ്. വേറെ ലെവല്, ഒന്നും പറയാൻ അടിപൊളി ഒക്കെ. വാ ഇപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ലെവലിൽ ആപ്പി അതാ തേ കോലത്തിൽ ഇതല്ലേ. വാ ഒന്നും പറയല്ല, അടിപൊളി. ഇതുപോലെ റെസിപ്പികളൊക്കെ വീട്ടിലുണ്ടാക്കി വെക്കുക. ടോപ്പ് സാധനം. ഒന്നും പറയല്ല, അടിപൊളി. ഉള്ളെടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള റെസിപ്പികൾക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളെ കുടുംബക്കാരിലേക്കും ഫ്രണ്ട്സിലേക്കും വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.